ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈൻ ഹെന്ന. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് മൈൻ ഹെന്ന പ്രൊഡക്ട്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണാം. DIY ഹെന്ന കിറ്റാണിത്. ഈ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട് ബിഗിന്നേഴ്സ് ആണെങ്കിൽ സുഖമായിട്ട് കോൺസ് ഉണ്ടാക്കി സെല്ലാക്കാൻ തുടങ്ങാൻ പറ്റും. ഇവിടെ കാണിക്കുന്ന പോലെ ഒരു ഫുൾ ഷീറ്റ് സെല്ലോഫിൻ ഷീറ്റ് ഉണ്ടാകും ഇതിൽ. അങ്ങനെ വെക്കുന്നതിന് ഒരു കൃത്യമായ ഇൻറ്റൻഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ 12 പീസ് പ്രീ കട്ട് ഷീറ്റ് ഉണ്ട്. അത് ഓരോ കിറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസാണ് വരുന്നത്. 100 ഗ്രാമിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഹെന്ന പൗഡർ ഉണ്ട്. അതുപോലെ 30 ml എസെൻഷ്യൽ ഓയിൽ. ഇതിൽ ടീ ട്രീ ഓയിലാണ് കാണിക്കുന്നത്. ടീ ട്രീ കൂടാതെ നമ്മളടുത്ത് യൂക്കാലിപ്റ്റസും ലാവൻഡർ, കാച്ച്പട്ട് എല്ലാം അവൈലബിൾ ആണ്. സ്ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള പൈപ്പിംഗ് ബാഗും പിന്നെ ഒരു സോക്സും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓരോ സീസണിലും ഹെന്ന മിക്സിംഗ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എഗ്രി ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ഒരു തംസപ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് സമ്മർ സീസണിൽ ഹെന്ന മിക്സിംഗ് എങ്ങനെ ചെയ്യണം, പിന്നെ ഇൻഗ്രീഡിയൻസിലുള്ള മാറ്റങ്ങളും സ്റ്റോറേജിൻ്റെ കാര്യങ്ങളെല്ലാം ആണ്. ഇവിടെ ഞാൻ 100 ഗ്രാമിൻ്റെ ഹെന്ന പൗഡർ വെച്ചിട്ടുള്ള മിക്സാണ് കാണിക്കുന്നത്. നോർമലി 100 ഗ്രാം ഹെന്ന പൗഡറിന് നമ്മൾ 30 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കൊല്ലം വന്ന ക്രോപ്പിൽ പൗഡേഴ്സ് എല്ലാം പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 30 ഗ്രാം ഇട്ട് കഴിഞ്ഞാലും പിന്നെ അത് സ്കിന്നിൽ നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ 45 ഗ്രാമൊക്കെ ആഡ് ആക്കിയാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കിങ് കിട്ടും. പിന്നെ ഒരു ലെമൺ സ്ക്വീസ് ചെയ്തിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിനോന്ന് അറിയില്ല, റീസെൻ്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി തന്നെ കമൻറ്റിൽ അടിച്ചാക്ഷേപിച്ചു. അന്ന് ഞാൻ ശരിക്കും 45 to 50 ഗ്രാം ഷുഗർ തന്നെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ആ മൈലാഞ്ചി അത്രക്കും ഡ്രൈ ആയിട്ടേനും കാണുന്നത്. പിന്നെ എല്ലാവരും വിചാരിക്കും അത് ഷുഗറിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളത്. എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പോയിട്ടൊന്ന് കാണാം. വേറൊരു കമൻറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പേസ്റ്റിൽ സീലൻ്റ് യൂസ് ആക്കിയാൽ പോരെയെന്ന്. ശരിയാണ്, 45 ഗ്രാം ഇട്ട് കോണാക്കിയിട്ടും ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് സീലൻ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഓയിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന പേസ്റ്റിൽ നമുക്ക് ഒരു 35 ml ഓയിലെങ്കിലും ആഡ് ആക്കണം. സാധാരണ നമ്മളൊരു 30 ml ആണ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 5-10 ml കൂടുതൽ ചേർക്കേണ്ടി വരും. നേരത്തെ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് വെച്ചൊരു കാര്യമില്ലേ, ആ ഫുൾ ഷീറ്റിന്റെ, അത് ഞാൻ ഇപ്പം പറയാം. എന്തിനാണ് അങ്ങനെ ഒരു ഫുൾ ഷീറ്റ് ഈ ഒരു കിറ്റിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി 12 പീസ് പ്രീ കട്ട് ഷീറ്റ്സ് വെച്ചിട്ടുണ്ട്. ബിഗിന്നറിനാണ് ഈ DIY കിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം ബിഗിന്നേഴ്സിന് കട്ടിങ് എന്ന് പറയുന്ന സംഭവം അത്ര എളുപ്പമായിരിക്കൂല. അപ്പോൾ ഈ പ്രീ കട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മെഷർമെന്റ് മനസ്സിലായതിനു ശേഷം ഈ ഫുൾ ഷീറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷനാണ് അതിന്റെ ബാക്കിലുള്ളത്. നിങ്ങൾക്ക് മെഷർമെന്റ് തീരെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മൈൻ ഹെന്നന്റെ ചാനലിൽ സെല്ലോഫിൻ കട്ടിങ് വീഡിയോസ് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇനിയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്, ഡൈ റിലീസ് ടൈം. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. സമ്മറിൽ എത്ര മണിക്കൂർ ഡൈ റിലീസിന് വെക്കണമെന്നുള്ളത്. ഇത്രയും ചൂട് ക്ലൈമറ്റിൽ 100 ഗ്രാം ഹെന്ന ബാച്ച് എത്ര മണിക്കൂർ വെക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ പറയുന്നത് 4 to 5 മണിക്കൂർ ഡൈ റിലീസിന് വെച്ചാൽ മതി. അതിലും കൂടുതൽ വെച്ചാൽ പേസ്റ്റിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. സാധാരണ ഉള്ള ക്ലൈമറ്റിൽ നമ്മൾ 6 to 8 hours എല്ലാം വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ചൂട് ഒന്ന് മാറി മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഒരു ഡൈ റിലീസ് ടൈം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, 6 to 8 hours എന്നുള്ളത്. അത് 100 ഗ്രാമിൻ്റെതാണ് ഞാൻ പറയുന്നത്. ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈദിന്റെ സീസണാണ്. ബൾക്കൊക്കെ ചെയ്യുന്നവർ കുറച്ച് നല്ലോണം കെയർ ചെയ്തിട്ട് ഉണ്ടാക്കണം. കോൺസ് റീസെല്ല് ചെയ്യുന്നവർക്ക് നല്ല പണി കിട്ടുന്ന ഒരു സമയമാണിത്. എങ്ങനെയായാലും ഷിപ്പിങ്ങിന് വേണ്ടി ഒരു 2-3 ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിൽ കോൺസിന്റെ ക്വാളിറ്റി മാറുന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. എന്നാൽ പിന്നെ ഈ സമ്മറിൽ നമ്മൾ കോൺസ് ഉണ്ടാക്കിയിട്ടൊന്ന് ഫ്രീസറിൽ വെക്കാന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലൊന്നും കറണ്ടും ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് മര്യാദയ്ക്ക് കട്ടയാവാൻ വരെ ഫോണിന് പറ്റുന്നില്ല. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം. ഇതുപോലെ കുറച്ച് ടൈം ഡൈ റിലീസിന് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര ഒരു കംഫർട്ടാണ്. സ്റ്റെയിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, നല്ല സ്റ്റെയിന് കിട്ടും.
ഈ ഒരു മെഹന്തി കോൺ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇടുന്നതും പിന്നെ അതിന്റെ സ്റ്റെയിനെല്ലാം ഈ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് കാണണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഡയറി ലിസ്റ്റ് ടൈമും ഷുഗർ ലെവൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്റെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളെ എല്ലാ ഡൗട്ട്സും ഞാൻ കമന്റിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സൺഡേ പുതിയൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ബൈ.